നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കുക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. യെസ്, ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാനൊന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ തന്നെയുള്ളൂ കേട്ടോ. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും പ്രസൻറ്റേഷനും എല്ലാം ഞാൻ തന്നെ. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു റെസിപ്പി കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. കാരണം ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിതായിട്ടാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു രസകരമായിരിക്കും അല്ലേ? കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കുക്കിംഗ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ? വേറെ ഒന്നുമല്ല, ഒരു ചിലവുമില്ലാത്തൊരു സാധനമാണ്, നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡെലീഷ്യസ് സ്വീറ്റാണ് ഞാനിന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ആക്ച്വലി കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് മുടിയൊക്കെ കഴുകിട്ടോ. കണ്ടോ, മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്. സാധാരണ ഞാൻ ഷാമ്പൂ ഇട്ടിട്ടാണ് കേട്ടോ കഴുകാറ്. കാരണം മുടിയിലിടയ്ക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യേണ്ട ആവശ്യകതയൊക്കെ വരുമ്പോൾ ഞാൻ ഷാമ്പൂ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു കഞ്ഞിവെള്ളം നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എന്നാൽ കഞ്ഞിവെള്ളം ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് കരുതി ഞാൻ ഇന്നലെ അത് ചെയ്തു നോക്കി. ശരിക്കും എനിക്ക് ഭയങ്കര മാജിക്കൽ റിസൾട്ടാണ് എൻ്റെ ഒറ്റ ദിവസം കൊണ്ട് ഹെയറിൽ കിട്ടിയത്. ഞാൻ അധികം നേരമൊന്നും കഞ്ഞിവെള്ളം തലയിൽ വെച്ചുകൊണ്ടിരുന്നില്ല, കുറച്ച് നേരം ഉപയോഗിച്ച് അങ്ങ് കഴുകിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്കാൾപ്പ് നന്നായിട്ട് ക്ലീനായി. അതുകൂടാതെ നല്ല മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല നല്ല പ്രോഡക്റ്റുകൾ, നല്ല നല്ല ഈറ്റബിൾ സാധനങ്ങൾ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്, കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്വീറ്റ്. അതായത് ഇതിന് അലുവ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേര്. ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിവേസ് നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സെറ്റ് ഞാനിന്ന് മാറ്റി, കണ്ടോ, എൻ്റെ സെറ്റ് ഇവിടെയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണിച്ചു കൊടുക്കുക, അവരോട് ഇഷ്ടമായോ എന്ന് ചോദിക്കുക, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയണം കേട്ടോ. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു പരീക്ഷണം സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് കേട്ടുകേൾവിയുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു വെറൈറ്റി വേയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ അതേപടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് തീ പിടിപ്പിക്കുക, അല്ലേ? അതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ തീ പിടിപ്പിക്കാനായിട്ട് അടുപ്പൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു. ഇതേ കണ്ടോ, അടുപ്പൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തു. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് ക്ലോസപ്പ് ഷോട്ട്. ഓക്കെ, ഇനി നമുക്ക് തീ പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായി തീ കത്തുക എന്നുള്ളതാണ്. 1-2 ഷൂട്ട് ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പാളിപ്പോയായിരുന്നു. പിന്നെ ഞാൻ വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചു, കർപ്പൂരം ഉപയോഗിച്ചിട്ടാണ് ഞാൻ തീ കത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഫാസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് തീ കത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ അതിനാദ്യം 2-3 വിറകുള്ളി വെക്കാൻ പോവാണ്. വിറകുള്ളി വെച്ചിട്ട് നമുക്ക് കർപ്പൂരം വെക്കാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ വിറകായിരിക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരുപാട് വിറക് കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞടുപ്പായതുകൊണ്ട് പാടായിരിക്കും. ആദ്യം കുറച്ച് വിറക് വെക്കുക. വിറക് വെച്ചതിന് ശേഷം കർപ്പൂരം അതിലേക്ക് ഇടണം. കർപ്പൂരം ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് വിറക് വെക്കണം. അതായത് കർപ്പൂരം ഇവിടെ വെക്കുക. അങ്ങനെ വിറക് കത്തിച്ച് ആദ്യം കനലാക്കണം കേട്ടോ. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. കർപ്പൂരത്തിൻ്റെ മുകളിൽ 2-3 വിറകുള്ളി വെക്കാം, അപ്പോൾ വേഗം കത്തി കിട്ടിക്കോളും. അങ്ങനെ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ കുക്കിംഗ് ഇനാഗുറേറ്റ് ചെയ്യാം. ആരോ വന്നു.
യെസ്, കർപ്പൂരം കത്തിട്ടോ. ആദ്യം ഇതൊന്ന് കത്തി പിടിക്കട്ടെ കേട്ടോ, നന്നായിട്ട് കനലാവട്ടെ. ഓ, തീ കത്തി. പണ്ട് തീ കത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന കുഴലാണ് കേട്ടോ ഇത്. ഇതിൽ കൂടെ ഊതിയാണ് നമ്മൾ തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ അമ്മൂമ്മമാരുടെ ഒക്കെ അടുത്തുണ്ടാവും കേട്ടോ ഈ സാധനം. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇപ്പം ഗ്യാസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യണേ. ആ, ഇപ്പം നന്നായിട്ട് കത്തനുണ്ട്. ഒന്ന് ആളി കത്താനായിട്ട് നമുക്ക് ഒരു കർപ്പൂരം കൂടി ഇടാം കേട്ടോ. ഇനി അങ്ങ് ആളി കത്തിക്കോളാം. അതേ കണ്ടോ, കത്തനുണ്ടോ? കനൽ വരട്ടെ, കനൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ. ഈ സാധനത്തിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയിട്ടോ. എനിക്ക് പണ്ട് അറിയായിരുന്നു ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി സത്യത്തിൽ. ഇനി തീ അവിടെ കത്തിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് അയൺ കടായി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അയൺ കടായി ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. ഇല്ലേ, കടായി വെച്ചു. നല്ല ക്യൂട്ടായിട്ടില്ലേ കടായി? അടിപൊളിയായിട്ട്. എനിക്ക് കടായി വെച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഓവറോൾ ലുക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഗ്രീനിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമായിട്ടിരിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ കൊള്ളികളിങ്ങനെ കയറ്റി വെക്കണം കേട്ടോ. ഓ, കടായി പിടിക്കാൻ ഇത്തവണയും തുണി എടുക്കാൻ ഞാൻ മറന്നുപോയി, വിട്ടുപോയി. സാരമില്ല, ഇടയ്ക്ക് അമ്മ വരും, അപ്പം അന്നേരം അമ്മയോട് പറയാൻ കൊണ്ടുവരാൻ. അപ്പോൾ കടായി അവിടെ ഇരുന്ന് ചൂടാവട്ടെ. നന്നായിട്ട് അത് ചൂടാവണം, എന്നാലാണ് നമുക്ക് അതിനകത്ത് കുക്ക് ചെയ്യാനായിട്ട് ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ദേ, ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കണണ്ട. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ സോക്കോൾഡ് കഞ്ഞിവെള്ളം. സോക്കോൾഡ് അല്ല, കഞ്ഞിവെള്ളം തന്നെയാണത്. ഇതാണ് സ്ഥിരം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ അത്. കണ്ടോ, നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ കുറച്ച് കഞ്ഞിവെള്ളം ബാക്കി ഞാൻ മുടിയെ തേക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഈ അപ്പത്തിനൊക്കെ എടുക്കില്ലേ, അപ്പത്തിനെടുക്കണ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. പിന്നെ ഇത് നെയ്യ് കണ്ട, കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പാത്രത്തിൽ നെയ്യിരിക്കുന്നു. പിന്നെ ഇവിടെ കുഞ്ഞു കടത്തിലാണ് ഞാൻ ഇത്തവണ പഞ്ചസാര വെച്ചേക്കണത്. ക്യൂട്ടായിട്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം. ആദ്യം ഈ കഞ്ഞിവെള്ളം നമുക്കൊന്ന് ഇളക്കാം. അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് അടിയിൽ സെറ്റിലായി കിടപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് ഇത് ഇളക്കാം. ഇനി നമുക്ക് അതിലേക്ക് എന്താ ഇടണ്ടേന്നറിയോ? അരിപ്പൊടി. ഈ ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഇടേണ്ടത്. ഇത് മൊത്തം ഒന്നും ഇടണ്ട, ഇതൊരു ഭംഗിക്ക് ഞാൻ ഈ പാത്രത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും വെച്ചതാട്ടോ. ഇത്ര ഒന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി ഓഫ് കഞ്ഞിവെള്ളം നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് മാത്രം നമുക്ക് ഇട്ടാൽ മതി. ലേശം എടുത്താൽ മതി, ഇത്ര മതി. ഇതിൻ്റെ അളവൊന്നും എന്തോരം ഇടണ്ടേന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു അലുവയുടെ ഒരു പ്രായമില്ലേ, അലുവയുടെ പ്രായത്, അലുവയുടെ പരുവില്ലേ, കട്ടിപ്പരുവം, ആ പരുവത്തിനാണ് നമ്മളിതാക്കിയെടുക്കേണ്ടത്. നന്നായിട്ട് ഇനി ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടി. തരിങ്ങായിട്ടുള്ള പൊടി എടുക്കരുത്, നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ടുള്ള നമ്മുടെ അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതേ എടുക്കാവുള്ളൂ. കടായി നന്നായിട്ട് ചൂടായിട്ടോ. ലേശം നെയ്യ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായതിൻ്റെ ലക്ഷണമാണ് അത് കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളയില്ലേ, അത് നമുക്കിതിലേക്ക് ഇനി ഒഴിക്കാം. ലേശം ചീനച്ചട്ടിയിൽ പാകം ഉള്ള അത്രയും ഒഴിച്ചാൽ മതി കേട്ടോ. തൽക്കാലം ഇച്ചിരി കൂടി ഒഴിക്കാം, ഇത്ര മതി. ഇനി ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇതിട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്, ഇളക്കി കൊടുക്കണം. കഞ്ഞിവെള്ളം തിളച്ച് തന്നെ വേണ്ട, നന്നായിട്ട് അപ്പോൾ ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് പഞ്ചസാര ഇടണം കേട്ടോ. അത് നമ്മൾ മറന്നുപോയി. പഞ്ചസാര ഇടണം. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും പഞ്ചസാര ഇടണം. അല്ലാന്നുണ്ടെങ്കിലേ അത് പണിയാവും, കൊഴുപ്പ് കൂടുതലാവും. കട്ടിയായി കഴിഞ്ഞാലേ പിന്നെ പണിയാവും. ദേ ഇരിക്കുന്നു നമ്മുടെ പഞ്ചസാരക്കുടം. അതിൽ നിന്നും ലേശം പഞ്ചസാര നമ്മളെടുക്കുക, ഇതിലിടുക. ഇനി എടുക്കുക, ഇനി ഇടുക, ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ ലേശം കട്ടിയായി വരണുണ്ട് കേട്ടോ. അതേ കട്ടിയായി വരണുണ്ട്. ആവശ്യമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വല്പം നെയ്യിട്ട് കൊടുക്കുക. നല്ലതായിട്ട് തീ കത്തുന്നുണ്ട്. അതേ നല്ല കുറുകി കുറുകി വരണുണ്ട് കേട്ടോ. അതുണ്ടാ നല്ല കട്ടിയായി വരണുണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഇനി കുറച്ചുകൂടി കുറുകണം, എന്നാലല്ലേ നമുക്ക് അലുവ പ്രായത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സൂപ്പർ. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, അടി പിടിക്കും. അമ്മയുടെ വാക്കാണ് കേട്ടോ, അടി പിടിക്കും. അമ്മ ഇടയ്ക്കൊന്ന് ചോദിച്ചു എന്താ ഇത്, ഞാൻ പറഞ്ഞത് ആയില്ല. അത് നന്നായി കുറുകി വരണുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണു. ഞാനൊരു ലേശം കൂടി നെയ്യ് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. കട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇത് എടുക്കാറായി തോന്നുന്നു. നല്ല ടേസ്റ്റ്. നമുക്ക് വലിയ വീഡിയോ ആയിട്ട് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഞാനിത് വേഗം ഇനി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളെ ക്ലോസപ്പ് ഒന്ന് കാണിച്ചു തരാവേ. ഈ ഒരു പാകത്തിന് ഞാനിത് അടുപ്പിൽ നിന്ന് കോരുകയാണ്. ഇത് ജസ്റ്റ് ഇളക്കി 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 ഈ ഒരു പരിവായി വന്നതാണ് കേട്ടോ. ഞാനിത് ഇനി ഇവിടെ നിന്ന് കോരുക, കാരണം തീയൊക്കെ അണച്ചു. ഇനി തീ കത്തിക്കഴിഞ്ഞാൽ പണി വാളും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ തൂവിയിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം, അതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമുക്ക് കുറച്ച് നെയ്യ് തടവാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാലേ വിട്ടുപോരില്ല. നെയ്യ് ഒരുപാട് വേണ്ടല്ലോ, നെയ്യ് ഒരുപാടായാലും പ്രശ്നമാവും. കാര്യം ടേസ്റ്റ് ഭയങ്കരമാണ്, പക്ഷെ ഒരുപാട് നെയ്യ് നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് കോരി അങ്ങ് ഇടാം. ചൂടോടുകൂടി നമുക്കങ്ങ് കോരിയിടാം കേട്ടോ. സെറ്റാവട്ടെ. ഇത് ലൈറ്റ് ഇത്തിരി പോയി തുടങ്ങി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ എക്സാക്റ്റ് കളർ കിട്ടാത്തത്. ഇത് പ്യുവർ വൈറ്റിഷ് അല്ല, ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറാണ്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് പരത്തി 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 വെക്കുക. ഇനി കുറച്ച് കഴിഞ്ഞ് ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അമ്മേനെ കൊണ്ട് തന്നെ മുറിപ്പിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഗ്രാൻഡാണിത്. അത്ര ടേസ്റ്റാണ് ഇതിന്, സൂപ്പർബ്. ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇത് വലിയ ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ട് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഫോർ ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ ചെയ്തു എന്നുള്ളൂ. ഒരു റിലാക്സേഷനൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. കൊച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രസമല്ലേ. പിന്നെ പരീക്ഷണമാണ്, സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു അടിപൊളി വീഡിയോ പ്രതീക്ഷിക്കാം കേട്ടോ. നല്ല രസമാണ്. ഇനി ഇത് സെറ്റാവണം. ഇതിന് ഏകദേശം ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു കളറാട്ടോ. അതിൻ്റെ ലൈറ്റ് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം കളറ് മനസ്സിലാവാത്തത്. ഒരു വെള്ളമില്ലേ, വെള്ളം കട്ടിയായാൽ എങ്ങനെ ഇരിക്കും, ഏകദേശം അതുപോലത്തെ ഒരു കളറാണ്. സൂപ്പർ യമ്മിയാണ്. ആരും പറയില്ല ഇത് കഞ്ഞിവെള്ളമാണ്, അത്ര ടേസ്റ്റിയാണ്. അപ്പം
പുറത്ത് നിന്ന് കഞ്ഞിവെള്ളം കൊണ്ട് മകളുണ്ടാക്കി കാണിച്ച ഹൽവ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കഞ്ഞിവെള്ളത്തിന്റെ ഹൽവ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ്. അപ്പം ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ സ്വല്പം. നന്നായിട്ട് വിട്ടൊക്കെ പോകാനുണ്ടല്ലോ. നെയ്യൊക്കെ സമ്പുഷ്ടിയായിട്ട് ചേർത്തിട്ടുണ്ടല്ലേ. നല്ല ടേസ്റ്റ് അല്ലേ? കഞ്ഞിവെള്ളം ആരും പറയില്ല. കഞ്ഞിവെള്ളാന്ന് തോന്നൂല. ശരിയാ, മൈദ ഹൽവ പോലെ തന്നെ ഉണ്ട്. നല്ലതാ, ഞാൻ കാണിക്കാം. നല്ല സോഫ്റ്റ്. അപ്പയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയണ്ടേ. നല്ല രസമല്ലേ? നല്ല സോഫ്റ്റ്. അതെ, നല്ല രസം. കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട്. നീ സ്വല്പം കഴിച്ചേ. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. അമ്മ കഴിച്ചോ? ടേസ്റ്റും ഇല്ലേ? നല്ലതാ. നെയ്യുടെ മധുരമൊക്കെ പാകാട്ടോ, നന്നായിട്ടുണ്ട്. നീ അപ്പയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് ടേസ്റ്റ് ചെയ്യും. അതെ.